ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിക്കൻ സ്ട്രിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ചിക്കന് ബ്രസ്റ്റ് പീസ് ഞാൻ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂണ് സോയ സോസാണ്. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഒരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതുപോലെ ചിക്കൻ എന്ത് സാധനം ആക്കുമ്പോഴും ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് നല്ലോണം ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറ്റ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 2 ടീസ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്ന ലൂസും ആക്കണ്ട, നന്ന കട്ടിയും ആക്കണ്ട, അങ്ങനെയൊരു രൂപത്തിലാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ലോണം ഒന്ന് മൈദപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കന് കോട്ട് ചെയ്യേണ്ട ഡ്രൈ മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെറ്റ് മിക്സിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത വാടനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസ് ഇടുമ്പം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചിക്കൻ കുക്കാക്കി എടുത്താൽ നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ കഴിക്കാനൊക്കെ തോന്നുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.